സാറേ ആംസെറ്റർ എത്തിയോ? സാറേ അടിച്ചു പൊട്ടിക്കണ്ടായിരുന്നു. കാറ്റ് നിറഞ്ഞോണ്ട് ഇത് ഡാമേജ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരെണ്ണം മേടിച്ച് മുഴുവൻ പൊടിയായിരുന്നു. കാറ്റുള്ളതുകൊണ്ട് ഡാമേജ്. അതാ നിറഞ്ഞിരിക്കണം. കഴിഞ്ഞ ദിവസം ഒരെണ്ണം ചുമ്മാ രാത്രി പറഞ്ഞേ ഇതിന്റെ മറ്റേ വേറെണ്ണം മേടിച്ച് അത് കഴിഞ്ഞ് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് മുഴുവൻ ആരാണ്ട എടുത്ത് അത് മുഴുവൻ പൊടിച്ചു വെച്ചിരുന്ന. ഞാനെന്നാ ഇച്ചിരി ഉള്ളിൽ നിന്നും കൂടെ എടുത്താ. അതാണ് ഇത്. ഈ പണ്ട് നമ്മുടെ നാട്ടിലുള്ള ഒരു കുറ്റം പറയായിരുന്നു, ഇത് കാറ്റ് നിറച്ച് വെച്ചേക്കാന്ന് പറഞ്ഞു. കാറ്റുള്ളതാണ് നല്ലത്. അപ്പൊ അത് ഡാമേജ് ഇല്ലാത്ത ചിപ്സ് കിട്ടും അല്ലേ? ഓട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു? ഓട്ടം കുഴപ്പമില്ല. ഇടയ്ക്ക് ഒരു വെടിക്കുട്ട് മഴ പെയ്തായിരുന്നു. ആണോ? മഴ പെയ്തോ? പിന്നെ അമ്മട്ടം മഴയായിരുന്നു. അത് ശരി. രാവിലെ എന്നിട്ടാ വെളുപ്പ് കൂട്ടി. ഓ അടിപൊളിയായിരുന്നെങ്കിലോ. അപ്പൊ വെറുതെ അല്ല വിൻഷീൽഡൊക്കെ ക്ലീൻ ആയിരിക്കുന്നത്. അന്നേരം ക്ലീൻ ആയതാണ്. കടുംപട്ട് സാധനങ്ങളൊക്കെ അടിച്ചു കയറിയിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് പോയില്ല. പിന്നെ അന്നേരം മഴ വന്നു. അതായത് നോർത്ത് പ്ലേറ്റ് കഴിഞ്ഞിട്ട് നോർത്ത് പ്ലേറ്റിൽ വന്നപ്പോൾ ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര ഈ വയോമിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വയോമിങ് ക്രോസ് ചെയ്ത് നേരെ യൂത്തെ കയറുന്നു. യൂത്തിൽ നിന്ന് നെവാഡയിൽ നിന്ന് നേരെ കാലിഫോർണിയ. നാളെ രാവിലെയാണ് നമ്മുടെ ഡെലിവറി. Love is a mouthful of dry desert sand, a map with no ink and a disappearing land. You're the girl that is. നിങ്ങൾക്ക് റെസ്റ്റ് ഏരിയ ഓർമ്മയുണ്ടോ? നമ്മൾ വയോമിങ് ക്രോസ് ചെയ്ത് യൂത്തെ കയറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുള്ള ആദ്യത്തെ റെസ്റ്റ് ഏരിയ ഒരു ബ്യൂട്ടിഫുൾ റെസ്റ്റ് ഏരിയ. നമ്മൾ ചില വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ല കിടിലൻ സമയത്താണ് നമ്മൾ വന്നേക്കുന്നത്. അതിപ്പോൾ അതുകൊണ്ട് നമുക്ക് ഡ്രോണൊക്കെ ഒന്ന് പറപ്പിച്ച് ഇവിടുത്തെ വിഷ്വൽ ബ്യൂട്ടി ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ എന്തെങ്കിലും അമേരിക്കയിലെ ഇൻഡർസ്റ്റേറ്റ് 80 കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ്, റോഡ് ട്രിപ്പ് വല്ല മേക്ക് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിൽ നിർത്താൻ പറ്റിയ ഒരു കിടിലൻ റെസ്റ്റ് ഏരിയ ഇത് കേട്ടോ. അപ്പം ട്രക്കേഴ്സിനൊക്കെ അറിയാമായിരിക്കും, ഞാൻ കാറുകാരുടെ കാര്യം പറയുന്നത്, ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുന്നവർക്കൊക്കെ കേട്ടോ. അപ്പോൾ നിർത്തി കഴിഞ്ഞ് വേണ്ട ഈ റൂട്ടിൽ കൂടെയൊക്കെ ചെറിയ ചെറിയ ഹൈക്കുകളുണ്ട്, ഒത്തിരി ദൂരമൊന്നും ഇല്ലാത്ത. നമുക്ക് നടന്ന് ചെറിയ ഒരു കുന്നുംപുറത്തിൻ്റെ ഒക്കെ മുകളിൽ കയറിയ ഈ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ എക്സിറ്റ് നമ്പർ ഞാൻ ഇതിൻ്റെ അകത്ത് കൊടുത്തേക്കാവേ. പിന്നെ വേറൊരു കാര്യമുള്ളത്, UK നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരു ബ്രോയുടെ പേര് ആൽവിൻ വർക്കി. ബ്രോ നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഒരു കിടിലൻ മെസ്സേജ്. മാറ്റി ബ്രോ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനലിൽ കമൻറ്റ് ഇടുന്നത്. 1 വർഷത്തിലേറെ നിങ്ങളുടെ വീഡിയോ സ്ഥിരമായി കാണുന്നുണ്ട്. നിങ്ങളുടെ കോണ്ടൻറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇനിയും ഒരുപാട് മുന്നോട്ട് പോകട്ടെ ബ്രോ. ഒരു ചെറിയ സംശയം ചോദിക്കാനുണ്ട്. ഇത്രയും ലോങ് ജേർണി പോകുമ്പോൾ ട്രക്കിൻ്റെ സീറ്റ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നത് ബ്രോ? കംഫർട്ടബിളായി ഇരിക്കാനും ബാക്ക് പെയിൻ വരാതിരിക്കാനും എന്തൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്? ഞാൻ അടുത്തിടെ ഒരു ചെറിയ ട്രിപ്പ് പോയപ്പോഴേക്കും നല്ല നടുവേദന വന്നു. ഞാൻ സാധാരണ സീറ്റ് കുറച്ച് പിന്നിലേക്ക് ചായച്ചാണ് വെക്കാറുള്ളത്. പക്ഷേ ലോങ് ഡ്രൈവ് ചെയ്യുന്ന നിങ്ങൾ എങ്ങനെയാണ് സീറ്റ് പൊസിഷൻ സെറ്റ് ചെയ്യുന്നതെന്നും ബാക്ക് ഹെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുവെന്നും അറിയാൻ ആഗ്രഹമുണ്ട്. ടൈം കിട്ടുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ ബ്രോ. കീപ് ഗോയിങ്, ലവ് ഫ്രം ഡെവൺ UK എന്നൊക്കെ നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷം കേട്ടോ ബ്രോ. താങ്ക് യു ഫോർ ദ മെസ്സേജ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് പയ്യെ വണ്ടി എടുക്കാം. എൻ്റെ ബ്രേക്കിന് സമയമായിട്ടില്ല. ബ്രേക്കിന് നിർത്തുമ്പോൾ നമ്മുടെ സീറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം കാണിച്ചു തരാം. എന്നാലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ട് വർത്താനം പറയാം. സമയം നമ്മുടെ 7:30 കേട്ടോ. നമ്മൾ യൂത്താലെ സോൾട്ട് ലേക്ക് സിറ്റിയുടെ വലിയ ഇറങ്ങാൻ തുടങ്ങി. യൂത്താലെ ടൈം സോണ് നമ്മുടെ ഒൻറ്റാറിയോ ടൈം വെച്ച് നോക്കുമ്പോഴത്തേക്ക് 2 മണിക്കൂർ പുറകിലേക്കാണ്. അപ്പോൾ അതായത് ഇവിടെ 5:30. നമുക്ക് 4 മണിക്കൂറോടെ ഓടിക്കാൻ ഡ്രൈവിംഗ് ടൈം ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് എവിടെയെങ്കിലും ബ്രേക്ക് എടുത്തേ പറ്റുള്ളൂ. നമ്മൾ
നമ്മളിപ്രാവശ്യം ഹെവി ലോഡ് ആയതുകൊണ്ട് ഇറക്കത്തിൻ്റെ തുടക്കത്തിൽ തന്നെ, അതായത് കയറ്റത്തിൻ്റെ മുകളിൽ നിന്ന് തന്നെ നമ്മൾ തീരെ സ്പീഡ് കുറച്ച് എൻജിൻ ബ്രേക്ക് എല്ലാം ഇട്ട് മാക്സിമം സ്പീഡ് കുറച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ 55 മൈൽസ് പെർ അവർ അല്ലെങ്കിൽ 90 കിലോമീറ്റർ പെർ അവർ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈശ്വര, നല്ല ചൂടുമുണ്ട്. അതിൻ്റെ ഇടയിൽ ഇറങ്ങുന്ന വണ്ടികളെല്ലാം ഒന്ന് സ്റ്റോപ്പായി. നമുക്ക് ഹാർഡായിട്ട് ഇച്ചിരി ബ്രേക്ക് ഉപയോഗിക്കേണ്ട വന്നു. നമ്മൾ ബ്രേക്ക് ചൂടാവാതെ ശ്രമിക്കണം. ഇറങ്ങുമ്പോൾ നമ്മളത് സൂക്ഷിക്കണമെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടില്ലേ. പക്ഷെ ഇത് നല്ല നീട്ടമുള്ള ഇറക്കം കേട്ടോ, കുറേ ദൂരമുണ്ട്. അപ്പം നമ്മളെന്നാന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ ഇച്ചിരി ഒന്ന് ബ്രേക്ക് പിടിക്കാനുള്ള സ്പേസൊക്കെ ഇട്ട് ബ്രേക്ക് സൂക്ഷിച്ച് പയ്യെ പോകുമ്പോൾ ഈ കാറുകാരെല്ലാം വന്നിട്ട് ആ സ്പേസ് കണ്ടുകൊണ്ട് ചാടി കയറി നമ്മുടെ മുമ്പിലേക്ക് കയറും. അപ്പോൾ അതിൻ്റെ റിസ്ക് എന്നാന്ന് വെച്ചാൽ നമ്മുടെ ട്രക്കിന് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് നമ്മൾ ഈ ഓടിക്കുന്നത് ഇത്രയും. അല്ലാതെ ഇത് ട്രക്കുകാരന് സ്പീഡ് കൂട്ടി പോകാൻ പറ്റാഞ്ഞിട്ടല്ല. പക്ഷേ നമ്മുടെ മുമ്പിൽ ഇതുപോലെ ഇറക്കത്തിൽ വെട്ടിച്ച് കയറുന്നവരെല്ലാം നമ്മുടെ ഒരു ഇതെല്ലാം തമ്പുരാൻ്റെ കയ്യിലുള്ള ഒരു കാര്യം 50-50 കാര്യമല്ലേ, താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. അപ്പോൾ എങ്ങാനും ഒരു മെക്കാനിക്കൽ ഫോൾട്ട് പറ്റി നമ്മുടെ ബ്രേക്ക് ഫെയിലിയർ ആയാൽ നമുക്ക് ഒന്ന് എന്തെങ്കിലും ഡിസിഷൻ എടുക്കാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ട്രക്കേഴ്സ് ഇറങ്ങുന്നത്. അപ്പോൾ അവിടെ കയറി കാറുകൾ സ്പേസ് ഉണ്ടോണ്ട് ചാടി കയറി അവിടെ കയറ്റി കഴിഞ്ഞാൽ ആർക്ക് പോയി ഇടിച്ചു കുത്തി കയറ്റി ജീവൻ പോയിട്ട് ഇതുപോലെ അവനാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. പറഞ്ഞതേ ഉള്ളൂ. നമ്മളെ കേൾക്കുന്നവർക്ക് ആർക്കെങ്കിലും ഒക്കെ ഇതൊക്കെ ജീവിതത്തിൽ ഗുണകരമായ നമ്മളെ പിന്നീട് താങ്ക് യു പറഞ്ഞാൽ മതി. പ്രത്യേകിച്ച് ഇറങ്ങുമ്പോഴത്തേക്കും ട്രക്കിൻ്റെ മുമ്പിലുള്ള സ്പേസിൽ കൊണ്ടുപോയി കുത്തി കയറ്റി അത് ഫില്ല് ചെയ്താൽ ഇടിച്ചു കുത്തി പോവും, അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ ആൽവിൻ ബ്രോൻ്റെ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറഞ്ഞില്ലല്ലോ. അപ്പോൾ ബ്രോ ഈ ലോങ് ഡ്രൈവിൽ വണ്ടി ഓടിക്കുമ്പോൾ നടുവേദനയ്ക്ക് ശരിക്കും പറഞ്ഞാൽ പകുതി മെക്കാനിക്കലി നമ്മുടെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കാരണമുണ്ടെന്നുണ്ടെങ്കിലും ബാക്കി പകുതി നമ്മുടെ ഫിറ്റ്നസിൻ്റെ ആട്ടോ. നമ്മുടെ സ്വന്തം ഫിറ്റ്നസ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതിപ്പം ലോങ് ഡ്രൈവ് മാത്രമല്ല, നമ്മൾ ലോങ് റൈഡ്സ് മോട്ടോർ സൈക്കിൾ ചെയ്യാനും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഫിറ്റ്നസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നടുവേദന വരുവേ. ഇപ്പോൾ ഇത് മെഡിക്കലി അതിൻ്റെ പ്രോപ്പർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്കറിയത്തില്ല. നിങ്ങൾക്കറിയാലോ, നമ്മളൊരു സാധാരണപ്പെട്ട ഡ്രൈവറാണ്. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ബ്രോ, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം നമ്മുടെ വീഡിയോസിൻ്റെ അകത്ത് ഇടയ്ക്കിടയ്ക്കെല്ലാം ഞാൻ നിർത്തി കോൺസ്റ്റൻ്റായിട്ട് പുഷപ്പ് എടുക്കുന്നതും മറ്റുള്ള രീതിയിൽ വർക്കൗട്ട് ചെയ്യുന്നതെല്ലാം അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് കാണാറുണ്ടല്ലോ. അപ്പോൾ അതൊന്നും വേറൊന്നുമല്ല, ഈ പറയുന്ന നടുവേദനയിൽ നിന്ന് സേവ് ആവാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ആദ്യം എനിക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പയ്യെ വണ്ടി ഓടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നടുവിനൊക്കെ ഒരു ചെറിയ ഇഷ്യൂസ് വരുന്നത് പോലെ എനിക്ക് തോന്നിയപ്പോഴത്തേക്കും ഞാൻ ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങി. കാരണം നമുക്ക് ഈ വണ്ടി ഓടിയിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയായി. നമുക്ക് ഇതല്ലാതെ വേറൊരു ജോലിക്ക് പോകാനും താല്പര്യമില്ല. പക്ഷേ ഈ നടുവേദന പോലത്തെ ഇഷ്യൂസ് വന്നാൽ ഈ മെഡിക്കലി നമുക്ക് പിന്നെ ഇത് ചെയ്യാൻ പറ്റാണ്ടായി വരില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കരിയർ സ്വിച്ച് കാര്യങ്ങളെന്നൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളാകെ പെട്ടുപോകുമല്ലോ. അപ്പോൾ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ എന്നുള്ളൊരു റിസർച്ചിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ നടുവിൻ്റെ പേശികൾക്കും മറ്റേത് പേശികൾക്കും, പേശി എന്ന് പറഞ്ഞാൽ മസിൽസ്, ഇൻ കേസ് ഇംഗ്ലീഷ് മീഡിയം മാത്രമായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ പേശികൾക്ക് സ്ട്രെങ്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ബോഡി വെയ്റ്റും നമ്മുടെ സ്ട്രെസ്സും മുഴുവൻ നമ്മുടെ ജോയിൻസിലേക്ക് പോകുമല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ആ ജോയിൻസിന് എക്സ്ട്രാ സ്ട്രെസ്സ് വന്നിട്ടാണ് നമുക്ക് ഈ പെയിൻസ് വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ നടുവേദനയിൽ നിന്ന് എങ്ങനെ കരകയറാമെന്ന് ഞാനിങ്ങനെ ശ്രമിച്ചപ്പോഴത്തേക്കും നമ്മുടെ നടുവിൻ്റെ പേശികൾക്ക് കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പുഷപ്പ് മാക്സിമം നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തി ആ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നടുവേദന പോകാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ പിന്നെ പുഷപ്പ് എടുക്കാനൊക്കെ തുടങ്ങിയത്. അപ്പം അതിൽ നിന്ന് എനിക്ക് ശരിക്കും റിസൾട്ടും ഉണ്ടായി. ഞാൻ പുഷപ്പ് എടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും സീരിയസ് ആയിട്ട് എനിക്ക് എൻ്റെ നടുവേദനയിൽ ഗണ്യമായിട്ടുള്ള ഒരു മാറ്റം എനിക്ക് തിരിച്ചറിയാൻ പറ്റി. അതുകൂടാതെ അങ്ങനെ പിന്നെ പുഷപ്പൊക്കെ ചെയ്ത് നടുവേദനയൊക്കെ മാറി കുറേ അങ്ങ് പോയി കഴിയുമ്പോൾ വീണ്ടും മനുഷ്യനല്ലേ, നമുക്കൊരു അലസത വരും. ഏതെങ്കിലും ഒരു സാഹചര്യം വരും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ഒരു 2 ആഴ്ചയായി ഞാൻ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട്. കാരണം നമ്മുടെ ഡെയിലി വീഡിയോ സ്ഥിരമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഫുള്ള് ഫോക്കസ് വീഡിയോ എഡിറ്റിങ്ങിലും വീഡിയോ എടുക്കലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്ക് കിട്ടിയാലും മറ്റേതിലും മറിച്ചതിലും എല്ലാം ആ ഒരു അറ്റൻഷൻ പോകുന്നതുകൊണ്ട് ഇപ്പോൾ 2 ആഴ്ചയായി മര്യാദയ്ക്കൊന്ന് വർക്കൗട്ട് ചെയ്തിട്ടേ. അപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എൻ്റെ കോർ സ്ട്രെങ്ത്, നമ്മൾ കോർ വർക്കൗട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ കോർ സ്ട്രെങ്ത് പോകുന്നതും അതോടൊപ്പം നടുവേദനയ്ക്കുള്ളൊരു സാധ്യത വരുന്നതും ഒക്കെ എനിക്കത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തിരിച്ച് വർക്കൗട്ട് കൊണ്ടുവന്നാൽ ആ നടുവേദന പോകും. വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ നടുവേദന വരും. അതുകൂടാതെ നമ്മുടെ ബൈക്ക് റൈഡിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഇപ്പം നമ്മുടെ ടൊറൻറ്റോയിൽ നിന്ന് ബ്രിട്ടീഷ് കൊളംബിയയിലെ സ്ഥലത്തിൻ്റെ പേരനാണ്. എന്നാൽ വാൻകൂവറൊക്കെ അപ്പുറമുള്ള ഒരു കിടിലൻ സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലം വരെ
നമ്മൾ ബൈക്ക് ഓടിച്ച് പോയിട്ടുണ്ട്. ഏകദേശം 4500 കിലോമീറ്റർ ടോട്ടലാന്ന് കവർ ചെയ്ത്. അതുകൂടാതെ ടൊറൻറ്റോയിൽ നിന്ന് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ നോവാസ്കോഷ്യയിലേക്കും റൈഡ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ റൈഡുകളൊക്കെ ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇതിനൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു. ലൈക്ക് ഇത്രയും ലോങ് റൈഡ് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള ഫിറ്റ്നസിനെ കുറിച്ചൊന്നും ടേക്ക് കെയർ ചെയ്യാണ്ട്. അപ്പം അതിൽ കൂട്ട് ഒരാൾക്ക് ഭയങ്കരമായിട്ട് നടുവേനും കാര്യങ്ങളും എല്ലാം വന്ന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. പക്ഷേ ഞങ്ങൾ 2-3 പേര് ഇത് ഓൾറെഡി നേരത്തെ പറഞ്ഞ് നമുക്കതിന് പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു. 2 ആഴ്ച മുമ്പേ നമ്മൾ ഈ വലിയ വർക്കൗട്ടൊന്നും അല്ല. അയ്യോ, നമ്മുടെ വണ്ടിയാണല്ലോ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുന്നത്. ബ്രേക്ക് ഡൗൺ ആണോ ഇടിച്ചാണോ അറിയത്തില്ല കേട്ടോ. എൻ്റെ അമ്മേ, സിദ്ധിൻ്റെ വണ്ടിയാണല്ലോ. ഓക്കെ. ഓ മൈ ഗോഡ്, ടയർ ചൂടായതാ കേട്ടോ. കണ്ടോ? അയ്യോ, നമ്മളവിടെ നിർത്താനുള്ള സ്ഥലമില്ല. തന്നെയല്ല അവരത് ഡീൽ ചെയ്ത് വണ്ടി നിർത്തിയിട്ടുണ്ട്. പിന്നെ കൈവൊക്കെ കാണിച്ചു, ഓക്കെ എന്ന് അവർ കാണിച്ചു. പക്ഷെ എനിക്ക് കാണാൻ കഴിഞ്ഞത് അതിൻ്റെ ഫ്രണ്ടിലത്തെ ടയർ സ്റ്റീം ചെയ്യുക. ആ ഓവർ ബ്രേക്ക് ഉപയോഗിച്ചതായിരിക്കണം. ആ പുള്ളിന് ഓർമ്മയില്ല, നമ്മൾ ന്യൂയോർക്കിന് പോയ പുള്ളിയാണ്. നമ്മുടെ ന്യൂയോർക്ക് ട്രിപ്പിന് നമ്മുടെ കൂടെ വന്ന ആ പഞ്ചാബി മച്ചാനുണ്ടല്ലോ, പുള്ളിയാണ്. എന്തായാലും വണ്ടി നിർത്തി സേഫാക്കി. ബാക്കി പുള്ളി ഡീൽ ചെയ്തോളാം. നിർത്തേണ്ട ആവശ്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ നിർത്താണ്ടിരുന്നത്. പ്രത്യേകിച്ച് നിർത്തിയിട്ട് നമുക്കൊന്നും ചെയ്യാനില്ല. എവിടെയെങ്കിലും നിർത്തി വണ്ടിയുടെ കോമ്പണൻസ് കൂൾ ഡൗൺ ചെയ്യാന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എന്തായാലും സോൾട്ട് ലേക്ക് സിറ്റിയുടെ ഇറങ്ങി നമ്മൾ താഴെ എത്താറായി. ഈ വളവ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മളെ ലാസ് വേഗാസ് റൂട്ടിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട എക്സിറ്റായി ഇത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ റൈറ്റ് ലൈനിൽ നിന്ന് അവിടെ നിന്ന് എക്സിറ്റ് എടുത്ത് അങ്ങനെ അങ്ങ് പോകും. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ട്രേസി, കാലിഫോർണിയ, സാൻ ഫ്രാൻസിസ്കോ ഒക്കെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സോൾട്ട് ലേക്ക് സിറ്റി കടന്ന് നേരെ ക്രോസ് ചെയ്ത് 80 കൂടെ അങ്ങ് പോകുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് 50-50. ഏത് നമ്മുടെ ആരോഗ്യം നമ്മൾ ടേക്ക് കെയർ ചെയ്യേണ്ടതും നമ്മൾ ലോങ് റൈഡ്സിന് പ്രോപ്പറായിട്ടുള്ള ആരോഗ്യം ഉണ്ടാവും എന്നുള്ളത് ഫസ്റ്റ് ഇമ്പോർട്ടൻസ്. ഇനി രണ്ടാമത്തെ മെക്കാനിക്കൽ ഭാഗവും കൂടെ ഉണ്ട് കേട്ടോ. ഒരു പരിധിവരെ നമ്മുടെ സീറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റും ഇതിന് ഒരു വലിയ ഘടകമാണ് നമുക്ക് നടുവേദന വരുന്നത്. അതിന് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിടയ്ക്ക് നമ്മുടെ സിറ്റിയിൽ നിന്ന് മാറി നമ്മൾ സിംഗിൾ ഓടിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു P&R എന്ന് പറയുന്ന കമ്പനിയിൽ പോയില്ലേ. അപ്പോൾ അവിടെ അവർക്ക് പഴയ ഫ്രൈറ്റ് ലൈനറുകളാണല്ലോ ഉള്ളത്. അപ്പം അവരുടെ ആ ഫ്രൈറ്റ് ലൈനറിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കംഫർട്ടബിൾ അല്ലാത്ത, അതിപ്പം അവരുടെ മാത്രമല്ല കേട്ടോ, ഇതുപോലെ സിംഗിൾ ഓടിക്കുന്ന ഷോർട്ട് റൺ ഓടിക്കുന്ന വണ്ടികളൊന്നും ഇതുപോലെ ലോങ് ഓടിക്കുന്ന വണ്ടികളുടെ അത്രയും അഡ്വാൻസ്ഡ് ആയിരിക്കുകയില്ല, അല്ലെ മെക്കാനിക്കലി സെറ്റപ്പ് ആയിരിക്കുകയില്ല. ഒരുമാതിരി എല്ലാ വണ്ടികളും അതുപോലത്തെ ഒരു ഇതുണ്ട്. അത് നമുക്ക് ബ്രേക്കിന് വേണ്ടിയിട്ട് വണ്ടി നിർത്തി കഴിയുമ്പോഴത്തേക്ക് ആ സീറ്റിൻ്റെ ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ചില ഹാക്കുകൾ ചിലത് പറഞ്ഞു തരാം കേട്ടോ. അപ്പം ഒരു പരിധിവരെ സീറ്റിൻ്റെ കംഫർട്ടും നല്ല സീറ്റ് ആവുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ നടുവിനുള്ളത്. അതിപ്പോൾ നമ്മൾ വർത്തമാനം പറഞ്ഞ് തീർക്കുന്നതിനും ഞാൻ വണ്ടി നിർത്തി കഴിയുമ്പോഴത്തേക്കും സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിനെ കുറിച്ച് എനിക്ക് ഫീൽ ചെയ്തേക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. ശരിക്കും നമ്മുടെ ആ ഇലിനോയ് കയറിയ ആ ഒരു ഏരിയയിൽ നിന്ന് ഗ്യാരി ഏരിയയിൽ നിന്ന് നമ്മൾ 80 കയറിയതാണല്ലോ. അപ്പം അവിടം തൊട്ട് നമ്മളീ പോകുന്ന ട്രേസി അല്ലെ സാൻ ഫ്രാൻസിസ്കോ ഏരിയ വരെ പോകുന്ന റൂട്ടാണ് ഈ ഇൻഡർസ്റ്റേറ്റ് 80 എന്ന് പറയുന്നത് കേട്ടോ. ശരിക്കും നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻഡർസ്റ്റേറ്റ് 80യുടെ യൂത്തേടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ പോർഷൻ എന്താണ് നിങ്ങൾ കാണുന്ന പോലെ നമ്മുടെ 2 സൈഡും വലിയ ഉപ്പ് തടാകത്തിൻ്റെ ഭാഗമാട്ടോ. ഈ വെള്ളം കയറി കിടക്കുന്നതൊക്കെ ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഗുജറാത്തിലെ കച്ചൊക്കെ പോലെ നല്ല വെള്ള കളറായിരിക്കും. ഇപ്പോൾ കണ്ടോ, നല്ല ഫ്ലാറ്റ് ലാൻഡ്സ്. സോൾട്ട് ലേക്ക് എന്ന് പറയുന്ന സോൾട്ട് ലേക്ക് സിറ്റി എന്ന് പറയുന്ന ആ ഒരു സിറ്റിയുടെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ, നിറയെ ഉപ്പ് പാടങ്ങളുള്ള സ്ഥലമാണ്. നമുക്കിപ്പോൾ അടുത്ത് തന്നെ ഒരു റെസ്റ്റ് ഏരിയ വരുന്നുണ്ട്, അവിടെ ഒന്ന് നിർത്തി പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കുറച്ച് വിഷ്വൽസ് കാണിക്കാം.
നമുക്ക് അവിടെ ഡീറ്റെയിൽ ആയി നിർത്തി ബ്രേക്ക് എടുക്കാനുള്ള സമയമില്ല, കാരണം നാളെ രാവിലെ 5 മണിക്കാണ് നമ്മുടെ അപ്പോയിൻമെൻറ്റ്. ശരിക്കും പറഞ്ഞാൽ ഈ സോൾട്ട് ലേക്ക് സിറ്റി ഒരു ട്രാവലേഴ്സിൻ്റെ ഒക്കെ ഒരു മസ്റ്റ് സ്റ്റോപ്പ് സ്പോട്ടാണ്. കാരണം നല്ല ഈ ഉപ്പിൻ്റെ അകത്തെ കൂടെ ഉപ്പ് തടാകത്തിൽ കൂടെ വണ്ടി ഓടിക്കാനും നല്ല ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിലം നിറ വെള്ളയായിട്ട് കിടക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും റീൽസ് ഉണ്ടാക്കാനും ഒക്കെ ഇൻസ്റ്റഗ്രാം ആൾക്കാരുടെയൊക്കെ തിരക്കുള്ള ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ പോകുന്ന ഒരു സ്റ്റോപ്പ്. പക്ഷെ നമ്മളൊരിക്കലും ട്രക്ക് അങ്ങോട്ട് ഇറക്കിയിട്ടില്ല കേട്ടോ. കാറ് 4 വീൽ ഡ്രൈവ് ഉള്ള വണ്ടികളൊക്കെ ഇറക്കി അതുവഴി മറ്റേ ഡ്രിഫ്റ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. കാരണം നമ്മളെ ട്രക്ക് ഇറങ്ങി അവിടെ കുഴിഞ്ഞു പോയാൽ പെട്ടില്ല എന്നോർത്ത് ഇതുവരെ നമ്മളങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ സോൾട്ട് ലേക്ക് സിറ്റിയിലെ ആ സോൾട്ട് ലേക്ക് കാണാൻ പറ്റുന്ന ഒരു റെസ്റ്റ് ഏരിയ എത്തി കേട്ടോ. പെട്ടെന്നൊന്ന് നിർത്തി നമുക്ക് എന്തെങ്കിലും കുറച്ച് വിഷ്വൽസ് കാണിക്കാൻ പറ്റുമെന്നൊന്ന് നോക്കാം. ഈ ഉപ്പുപാടത്തിൻ്റെ ആരെങ്കിലുമൊക്കെ വണ്ടികളൊക്കെ ഇറക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കിടിലൻ വിഷ്വൽസ് കിട്ടിയാനേ. ആരും ഇല്ലെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. ഒരു ഡെസേർട്ട് കേട്ടോ, വെള്ള ഡെസേർട്ട്. നമുക്കറിയാലോ ഉപ്പുപാടം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് നിർത്തി നോക്കാം. കണ്ട നിങ്ങളിവിടുത്തെ ചൂട് കണ്ടോ? സമയം രാത്രി 9:30, 2 മണിക്കൂർ പുറകെ 7:30, 38 ഡിഗ്രി സെൽഷ്യസാണ് ചൂട്. കണ്ട ഇതാണ് ഇവിടുത്തെ റെസ്റ്റ് ഏരിയയുടെ സെറ്റപ്പ് കേട്ടോ. കാറുകൾക്കും ട്രക്കുകൾക്കും ഒക്കെ വേണ്ട പാർക്കിംഗ് ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പം ഞാൻ നോട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വേണ്ട ഇവർ ഇവിടെ നിറയെ ബ്ലോക്ക് ചെയ്യാനുള്ള ബ്ലോക്ക് വെച്ചിട്ടുണ്ടല്ലോ. നേരത്തെ ഇത് ഇല്ലായിരുന്നു കേട്ടോ. ഇവിടുന്ന് കാർ ഓടിച്ചങ്ങ് ഇറക്കായിരുന്നു. ഇവിടെ പുതിയ നോട്ടീസൊക്കെ വന്നു കേട്ടോ. അവിടെ എഴുതി വെച്ചേക്കണ കണ്ടോ, പ്രൈവറ്റ് പ്രോപ്പർട്ടി എൻ്റർ അറ്റ് യുവർ ഓൺ റിസ്ക്, പെഡസ്ട്രിയൻ ആക്സസ് ഡ്യൂറിങ് ഡേ ടൈം അവേഴ്സ് ഓൺലി, നോ മോട്ടറൈസ്ഡ് വെഹിക്കിൾസ്. പോളി ഏട്ടാ നിങ്ങൾ കണ്ടോ ഉപ്പുപാടം, കിടിലൻ ഉപ്പുപാട. നേരത്തെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാർ ഇറക്കി ആൾക്കാർ ഇവിടുന്ന് അങ്ങ് കാണുന്ന ആ മലകളൊക്കെ കണ്ടോ, അങ്ങോട്ട് വണ്ടി ഓടിച്ച് പോകുമായിരുന്നു, ഡ്രിഫ്റ്റ് ചെയ്ത് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. മിക്കവാറും വണ്ടി ഇറക്കുന്ന പലരും അവിടെ സ്റ്റക്കായി പ്രശ്നങ്ങൾ ഉണ്ടായിക്കാണ്. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ അവരവിടെ നിർത്തിയത് എന്തായാലും. കണ്ട ഈ ഒരു സെറ്റപ്പ് ഉണ്ടോ, ഇപ്പോൾ കൊണ്ടുവന്ന് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റാതെ ജസ്റ്റ് നടന്ന് മാത്രം അങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്ന സെറ്റപ്പിലേക്കാക്കി. കറക്റ്റ്. നല്ല താന്നൊന്നും പോവാത്ത രീതിയിലൊക്കെ ഉള്ള ഫ്ലോറാണ് കേട്ടോ. നനവൊന്നും ഇല്ലെങ്കിലുണ്ടല്ലോ നല്ല കിടിലം ഫ്ലോർ. അത് നോക്കിക്കേ, ഉപ്പ് തണുത്ത് പറഞ്ഞിട്ട് ആ ഒരു ഷേപ്പ് ക്രിയേറ്റ് ആയേക്കുന്നത് കണ്ടോ. കണ്ടോ കറക്റ്റ് വെള്ള കളറ്. നോക്കിക്കേ, നമ്മുടെ കല്ലുപ്പുണ്ടല്ലോ, ഈ ഉണക്കമീനൊക്കെ വിൽക്കുന്ന ചന്തയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റൂലേ, അല്ല ഈ ഉണക്കമീൻ ഉണ്ടാക്കാനും വേണ്ടി ഇടുന്ന ആ ഒരു സെറ്റപ്പൊക്കെ, അതുപോലത്തെ ഉപ്പിൻ്റെ പരൽസ്. ശരിക്കും വണ്ടി ഇറക്കാൻ പറ്റുമെങ്കിൽ പൊളിക്കും കേട്ടോ. എങ്ങനെയാണ് നമ്മുടെ ഡ്രോൺ ഫുട്ടേജസ്? ഇഷ്ടപ്പെട്ടോ? ഞാനൊരു കാര്യം ചെയ്യാൻ പോവാം. ഇങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ സാധാരണ അതിൽ തല വെക്കാത്തതാണ്. എന്നാലും ഇവിടെ വന്നിട്ട് ഇൻസ്റ്റഗ്രാമിൽ സാധാരണ കാണുന്ന ഒരു സാധനത്തിൽ തല വെക്കാതെ എനിക്കൊരു ഒരു 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 ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ല. അപ്പം ഞാൻ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ക്രിഞ്ചായിരിക്കും എന്നാലും ക്രിഞ്ച് പരിപാടിയാണെന്ന് അറിയാം, പക്ഷെ എന്നാലും ജീവിതം ഒന്നല്ലേ ഉള്ളൂ. ഇടയ്ക്ക് ഇത്രയും നല്ല സാഹചര്യമൊക്കെ നമുക്ക് വരാൻ പറ്റി, കാണാൻ പറ്റിയിട്ട് ചില ക്രിഞ്ചൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്നാ ജീവിതം, ഒന്നും നോക്കാനില്ല. അതുപോലെ നമ്മുടെ ആൽവിൻ ബ്രോയുടെ ചോദ്യത്തിന് നമ്മൾ വണ്ടി നിർത്തി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം കാണിച്ചു തരാമെന്ന് നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? അത് ഞാനിപ്പോൾ കാണിച്ചു തരാവേ. നമ്മുടെ വണ്ടിയുടെ സീറ്റിനുണ്ടല്ലോ നമുക്ക് ഫ്രണ്ടിൽ 2 ബട്ടൺസ് ഉണ്ട്. നോക്കിക്കേ, ഇതൊരെണ്ണം ഈ സീറ്റ് ഫ്രണ്ടിലേക്ക്, നമ്മൾ ഇരിക്കുന്ന ഇരിപ്പിടം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നീക്കാൻ വേണ്ടിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇത് നമുക്ക് ഈ ഫ്രണ്ടിലത്തെ ഭാഗം ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടും താത്തണമെങ്കിലും വേണ്ടിയിട്ടുള്ളത്. കാണിച്ചു തരാം കേട്ടോ. ഇത് ആകുമ്പോഴത്തേക്കും ഞാൻ സൈഡിൽ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആദ്യം കാണിച്ച സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെച്ചിട്ട് കണ്ടോ, നമ്മളിരിക്കുന്നത് ഫ്രണ്ടിലേക്കായി. അല്ല നമുക്കിത് അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ്. ഇനി രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ
സീറ്റ് പൊങ്ങി, സീറ്റ് താന്നു. ഈ രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്. ഇനി ഇത് കൂടാതെ നമ്മുടെ സീറ്റിൻ്റെ സൈഡിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട നോക്കിക്കോണേ. അതെ, ഈ പ്ലസും മൈനസും കണ്ടോ, ഇത് എയർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റ് സ്വിച്ച് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു സീറ്റിൻ്റെ ഇവിടെ ഒരു ഇച്ചിരി വീർത്തിരിക്കുന്നത് കണ്ടോ, അത് നമ്മുടെ നടുവിൻ്റെ മറ്റേ ലോവർ നടുവിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അതേസമയം ഇതിൻ്റെ രണ്ടാമത്തെ സ്ഥാനത്തിൽ ഈ പ്ലസ് ഞെക്കി അവിടെ എയർ നിറയുക, എയർ നിറഞ്ഞിട്ട് നമ്മുടെ വേണ്ട ഈ ഒരു ഭാഗത്ത് കാറ്റ് നിറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യും. അപ്പം ആ ഒരു രീതിയിൽ അപ്പം നമുക്ക് ഇരുന്നിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വെക്കാം. പിന്നെ ഈ ഒരു സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ഈ ഒരു സീറ്റിനെ താഴത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും പിന്നെ വേണ്ട ഇത് ഞെക്കുമ്പോഴത്തേക്ക് എയർ ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ ഹൈറ്റ് കൂട്ടുകയും ടോട്ടൽ സീറ്റിൻ്റെ ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുന്ന ഒരു സെറ്റപ്പാണ്. ഇത് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇത് താഴത്തേക്ക് പോകും. വേണ്ടോ, അങ്ങനെ വന്ന് മൊത്തത്തിൽ നിലത്തോട് ചേർന്നിരിക്കും. അത് നമ്മൾ വീണ്ടും ഞെക്കി കഴിഞ്ഞാൽ എയർ ഫില്ല് ചെയ്ത് തിരിച്ച് ബാക്കിലേക്ക് മുകളിലേക്ക് കയറി വരും. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് സീറ്റിൽ വേണ്ട ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ വേണ്ട ഈ നടുവിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, നമ്മൾ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലോവർ നടുവിന് സീറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ചിലരുണ്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് അങ്ങ് ചാരി ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ആ ലോവർ നടുവിൽ ഒരു സപ്പോർട്ടില്ലാതെ ഇങ്ങനെ നടുവ് ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പോൾ അതെനിക്ക് നടുവിന് ഭയങ്കര ഫ്രസ്ട്രേഷനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഇരിക്കുന്ന ഈ സീറ്റിൻ്റെ കുഷ്യനുള്ള ഭാഗമുണ്ടല്ലോ, അത് മാക്സിമം ബാക്കിലേക്ക് ചേർത്ത് വെക്കും. എന്നിട്ട് ഇതാണ്ട് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വീർപ്പിച്ചും വെക്കും. അപ്പം നമുക്ക് ആ നടുവിന് എപ്പോഴും ഒരു സപ്പോർട്ട് ഉണ്ടാവുമല്ലോ. അതാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, അത് മാത്രമേ ഞാൻ ശ്രദ്ധിക്കാറുള്ളൂ. പക്ഷേ ഇതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ കോൺസ്റ്റൻ്റ് ഒരു വർക്കൗട്ടും നമ്മുടെ പുഷപ്പ് ചെയ്താൽ തന്നെ അത്യാവശ്യം ടോട്ടൽ ബോഡി വർക്കൗട്ട് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ദിവസത്തിൽ ഒരു മാക്സിമം 100 പുഷപ്പ് വരെ 3 സെറ്റായിട്ട് 35-ൻ്റെ 40-ൻ്റെ ഒക്കെ 3 സെറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതൊരു വലിയ ഗുണമായിരിക്കും കേട്ടോ.